അമൂല്യ, നീ ഇതുവരെ റെഡിയായി? നീ എന്താ ചെയ്യുന്നത് അമൂല്യ? എടുത്തു ചാടി ആരെങ്കിലും ഇങ്ങനെ കാണിക്കുവോ? മിണ്ടി പോരുത് നിങ്ങള്. നിങ്ങൾ ആരാണെന്ന വിചാരം? നിങ്ങൾ തന്ന ഡ്രസ് വിട്ട് തുള്ളാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാം സമ്മതിച്ച് ഇവിടം വരെ വന്ന് കോസ്റ്റ്യൂമിനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? എന്താ തുണി ഒരുപാട് വലുതായി പോയോ? ഇവിടെ ഇനിയും ചെറുതിരിപ്പുണ്ട്, കൊടുത്തു വിടട്ടെ. ഏയ്, കൂടുതൽ ആളാവണ്ട. നീ എന്നെ വിളിച്ചു വരുത്തിയത് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ എല്ലാരും ചേർന്ന് കള്ളം പറഞ്ഞതാണല്ലേ? ഇത് മാരേജ് ഫംഗ്ഷനേക്കാളും നല്ലതാ. മാരേജ് ഫാമിലി മെമ്പേഴ്സിനുള്ളതാ. ഇത് നമ്മളെപ്പോലുള്ള ബാച്ചിലേഴ്സിന്. ഷട്ട് അപ്പ്. ഞാനേ ധൈര്യമില്ലാത്തൊരു പെണ്ണൊന്നും അല്ല. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്ന നീ വിചാരിക്കണ്ട. വന്നു എന്നൊരു കാരണം കൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചാൽ നിന്നേക്കാളും വലിയൊരു ഇഡിയറ്റ് വേറെയില്ല. ഓർത്തോ. കൂടുതൽ സംസാരിക്കാതെ ചേച്ചിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നോക്ക്. ഈ ഫംഗ്ഷന് നീ നടിയെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് ഇവളെ കൊണ്ടുവരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇവള് വന്നത് നന്നായി. ഏതായാലും നീ ചെയ്തത് നല്ല കാര്യം തന്നെയായി പോയി കൃഷ്ണൻ. പറഞ്ഞാൽ അത് അപ്പാടെ ചെയ്യുന്നവരെക്കാൾ അഹങ്കാരം കാണിക്കുന്നവരെ നേരിടുന്നതായിരിക്കും എൻജോയ്മെന്റ്. ഇത് കൊള്ളാലോ അമ്മാവാ, നിങ്ങളും അടിപൊളിയാ. ഇവക്ക് നല്ല തന്റെ ഇടമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി കൃഷ്ണൻ. വേഗം റെഡിയാക്കി വിളിച്ചോണ്ട് വരാൻ നോക്ക്. ഞാൻ താഴെ പോയി എല്ലാവരുടെ ഒപ്പം കാത്തിരിക്കാം. എല്ലാവരുടെയും കണ്ണം കൊണ്ട് തള്ളട്ടെ. തന്റെ ഇടമുണ്ട്, അത് ശരിയാ. പക്ഷെ അതിനുള്ള മരുന്ന് എന്റെ കയ്യിലും ഉണ്ട്. അമ്മാവൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ തീർന്നു. മര്യാദയ്ക്ക് റെഡിയാകുന്നതാ നിനക്ക് നല്ലത്. എല്ലാവരും എന്നെ അടുത്ത ജനപ്രതിനിധി എന്ന് വിളിക്കും. എന്നിട്ട് നിന്നെ പോലൊരു സുന്ദരി ഇങ്ങനെയൊക്കെ വിളിക്കാവോ? നോക്ക്, നിന്റെ നാത്തുവിന്റെ വീഡിയോ എന്റെ കയ്യിലല്ലാതെ വേറെ ആരുടെയും കയ്യിലില്ല. നീ റെഡിയായി എല്ലാവരുടെയും മുന്നിൽ വന്നാ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ നീ വന്നാ നീയാണേ ഞാനാണ് സത്യം. അല്ല, എന്റെ ബോസ് എന്നോടൊരു കാർ പോലും കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞില്ലേ? ഈ നഗരം മൈസൂർ പാക്കിനേക്കാളും ചെറുതാണെന്ന വിചാരം. കൊച്ചിയിലെ ട്രാഫിക്കും പേടിച്ച് പകുതി ആളുകള് എല്ലാം വിറ്റ് ഇങ്ങോട്ടേക്കല്ലേ കയറി വരുന്നേ. എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്താ സ്വപ്നമാണോ അതോ സീരിയലിലൊക്കെ ഹീറോയിനെ സ്വപ്നം കാണുന്ന പോലെ വല്ലതും ആണോ? എന്നാലും എനിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത്ര ബ്രൈറ്റ് ആയിട്ട് നീ കാണാൻ പറ്റുന്നത് വിചാരിച്ചില്ല. കൊച്ചു കള്ളൻ തോലക്കിട്ടൊന്ന് തന്നോണ്ടല്ലോ. സോറി ബോസ്, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എന്താ സ്വപ്നം കാണുകയാണ്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാലേ. അവളെ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ ഇവിടെ നിന്ന് നോൺസെൻസ് പറയാ. ഇഡിയറ്റ്. തന്നെയൊക്കെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടേ? രണ്ടുപേരും ഒന്ന് കോംപ്രമൈസ് ആയി സന്തോഷമായിട്ടൊന്ന് ജോലിക്ക് വന്നിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊക്കെ എനിക്കും ഉണ്ടാകുമായിരുന്നു. എന്താടോ താൻ തെറി വിളിക്കണോ? അല്ലല്ല, അങ്ങനെയല്ല ബോസ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു. ചിന്തിക്കാൻ മാത്രം തന്റെ തലയിൽ കളിമണ്ണ് മാത്രമല്ലേ ഉള്ളൂ. ആ കാർ എവിടെ? ബോസ്, അത് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പൊളിറ്റീഷ്യന്റെ കാറാണെന്നാ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് പൊളിറ്റീഷ്യന്റെ കാറോ? ശരിയായിരിക്കും, അതിലെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലായിടത്തും വേദാന്ത മേനോന്റെ പേരും കൂടിയുണ്ട്. അത് വിട്, അവൻ മുതിർന്ന ഒരാളാണ്. അവൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യും. ഇത് കള്ളമാണെങ്കിൽ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ആരോ ചെയ്ത തെറ്റിന് എന്റെ ചേച്ചി അനുഭവിക്കുന്നത്. എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? ഈ കാര്യം പബ്ലിക് ആയത് കള്ളമാണോ? ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? എന്താ അത്ര വലിയ സൊല്യൂഷൻ കൊണ്ടുവന്നേ? ആദ്യം വരുന്ന വാർത്തയായിരിക്കും എല്ലാവരും പറയാൻ പോകുന്നത്. മാനം തന്നെ പോയില്ലേ? ഈ വാർത്ത കേട്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ടെൻഷനായി. എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. അതിനു വേണ്ടിട്ടാ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ പേടിച്ചിട്ട് എന്ത് കാര്യം? ആ ഫോട്ടോസ് എല്ലാം വിക്കിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് എടുക്കണോ ശരിക്ക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
അങ്ങനെ വിക്കി കുടിച്ചതുകൊണ്ട് ചേച്ചി നീ ഇവള് പറയുന്നൊന്നും വിശ്വസിക്കാൻ നിൽക്കല്ലേ, സമാധാനായിട്ടിരിക്കെ. വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. വിക്കി എന്തെങ്കിലും ചെയ്ത് ഈ കാര്യം എങ്ങനെയെങ്കിലും വേദാന്തിനെ അറിയിക്കണം. ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായി തീരും. ഈ കിഷൻ വല്ലാത്തൊരു രാക്ഷസനാ. ഞാൻ ഡാൻസ് കളിച്ചു കഴിഞ്ഞാ അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എന്താ ഉറപ്പ്? ഭാഗ്യം, ഒരു ചാർജർ കിട്ടി. ഞാനൊരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞ് വേദാന്തിന് ലൊക്കേഷൻ അയച്ച അവൻ എന്തായാലും വരും. ആ വീഡിയോ ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അവൻ വരുന്നതിന് മുമ്പേ എനിക്ക് എങ്ങനെയെങ്കിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ദയവ് ഏതൊരു പ്രശ്നം ഉണ്ടാവാതെ ഈ മെസ്സേജ് ഒന്ന് സെൻഡ് ആവണേ. ഏയ്, എപ്പോ തൊട്ട് വിളിക്കുന്ന നിന്നെ കേൾക്കുന്നില്ല നീ? ശരി വാ. ലൊക്കേഷൻ സെൻഡ് ആയി കാണോ എന്തോ. എല്ലാവരും ഇവിടെ നോക്ക്. ഇന്ന് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡാൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഡാൻസിങ് സ്റ്റാർ അമൂല്യാണ്. സൂപ്പറായിട്ട് ഡാൻസ് കളിക്കും. അവരെ വരവേൽക്കാൻ എല്ലാരും കൈയടിക്കും. എന്താ കിഷത്? ഈ കുട്ടി ശരീരം മുഴുവനും ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയിരിക്കുകയാണല്ലോ. എന്താ മോളെ ഇത്? ഈ തുണി ചുറ്റിയ ശരീരം കാണാനാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? അഴിക്കുമോളെ. ആ നിൽക്ക് നിൽക്ക് നിൽക്ക്, ഒന്ന് നിർത്തിക്കുക എല്ലാരും. എന്താ ഇതാ മൂല്യ, നാണം കെടുത്താൻ നോക്കാണോ? ശരിക്കും റെഡിയായി വരാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഞാൻ റെഡിയായാ വന്നിരിക്കുന്നെ. ഇപ്പൊ എന്റെ മുമ്പിൽ വെച്ച് ചേച്ചിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ പുതപ്പ് മാറ്റാം. ഹലോ, നമ്മുടെ ഡീൽ അതല്ല. ഈ മുതുക്കന്മാരുടെ മുമ്പിൽ വന്ന് ഡാൻസ് കളിക്കണമെന്നും ഡീലില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വന്നില്ലേ.
നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലും എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ എന്നോട് കളിക്കാൻ നോക്കണ്ട അമൂല്യ. കളിക്കുന്നത് ഞാനല്ല, നീയാ. നിനക്കിവിടെ നിന്റെ സ്റ്റാറ്റസ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയുന്നത് നീ ചെയ്താ നീ പറയുന്നത് ഞാനും ചെയ്യും. ഡിലീറ്റ് ചെയ്തു. നിനക്ക് സമാധാനമായോ? നടക്ക്, ഡാൻസ് കളിക്കും. എന്താ നോക്കി നിൽക്കുന്ന മോളെ? പെട്ടെന്നാവട്ടെ. മോളെ അഴിക്ക്. ഒന്ന് കാണട്ടെ. ആരതി, എന്താ നീ കാണിക്കുന്നേ? അക്ഷരം മിണ്ടരുത് Please വിക്കി. control yourself. ഞാൻ പറയുന്നൊന്ന് കേക്ക്, അല്ലെങ്കിൽ എന്നെ ഇനി അടിച്ചോ നീ. അതുകൊണ്ട് ഇനി എന്ത് പ്രയോജനമുള്ളത്? ഇപ്പൊ നടന്ന പ്രശ്നങ്ങളെല്ലാം ഇനി മാറുമോ? ഇതെല്ലാം നടക്കാൻ കാരണം വിക്കിയുടെ ഫേസ്ബുക്ക്. അതാ ഞാൻ പറയാൻ വന്നേ. ദൈവത്തിനാണ് ആ ഫോട്ടോ ഞാനല്ല അപ്ലോഡ് ചെയ്തത്. നീ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ. സത്യമായിട്ട് ഞാൻ എന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയാൻ കഴിഞ്ഞത് ഇത് വിക്കിയുടെ ഫേസ്ബുക്കിൽ നിന്നാണെന്നാണല്ലോ. ഞാനൊന്ന് പറയുന്നത് മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുമോ നിനക്ക്? എന്റെ പ്രൊഫൈൽ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് ഞാനത് അറിഞ്ഞു. ഇപ്പൊ അതെല്ലാം അവർ ഫിക്സ് ചെയ്തോണ്ടിരിക്കുക. എല്ലാം ശരിയാക്കുകയും ചെയ്യും. പ്ലീസ്, എനിക്ക് കുറച്ച് സമയം താ. ഷാരിഖ് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അത് നടത്താതെ പിന്മാറില്ല. ആരാണെന്ന് എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്റെ കാര്യം നടത്താതെ ഞാൻ പിന്മാറില്ല. എന്റെ വിക്കി, നിനക്കിതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. എന്റെ അച്ഛനും അമ്മയും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ, നാട്ടിലുള്ളവരൊക്കെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ വാർത്തയാവും അറിയോ വിക്കിക്ക്? എന്തായിരുന്നു? എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇത്? എന്താ ഇത്ര നോർമലായി ചോദിക്കുന്നത്? നമ്മളെന്താ കുറ്റം പറയാൻ വേണ്ടി വന്നതാണോ? നല്ല ബുദ്ധി പറയാൻ വന്നതല്ലേ? അല്ല, എന്താന്ന് കരുതിയാ നിങ്ങൾ എല്ലാവരും കൂടി വന്നേ? ഒന്ന് ചുമ്മാ ഇരിക്കു കുട്ടി. ഇന്നത്തെ കാലത്ത് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലും മൊബൈലൊക്കെ ഉണ്ടെന്നേ, നമ്മൾ നടന്നതെല്ലാം കണ്ടു. ഇങ്ങനെ തല കുനിച്ച് ചെയ്യുന്ന എല്ലാം ശരിയാകുമെന്ന നിന്റെ വിചാരം? എവിടെ നിന്റെ അച്ഛനും അമ്മയും? അവരെ വിളിക്ക്. ഇങ്ങനെയാണോ പെൺമക്കൾ വളർത്തുന്നേ? നിന്റെ അഹങ്കാരം കൂടുന്നുണ്ട്. ആൾക്കാരെല്ലാം നിന്നെ പറ്റി ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നീ കാരണം ഞങ്ങൾക്ക് നാണക്കേടായി. വല്ലവും പറഞ്ഞു കഴിഞ്ഞാ മറ്റാർക്കും പെൺമക്കളില്ലാത്ത രീതിയിലായിരിക്കും പെരുമാറ്റം. ഇപ്പൊ ഒരു പോസ്റ്റോടുകൂടി മാനവും മര്യാദയും പോയി കിട്ടിയല്ലോ. നിന്നെ കണ്ട് ഞങ്ങളുടെ മക്കളും ചീത്തയാവാൻ പാടില്ല. മാനമര്യാദയായിട്ട് ജീവിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുന്നത് തന്നെ തെറ്റാണ്. വീട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാൻ നോക്ക്. ഇവിടെ നിന്ന് ഞങ്ങളുടെ മാനവും കൂടി കളയല്ലേ. ഇതെന്താ കിഷൻ? ശരീരം മൊത്തം തുണി ചുറ്റിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നേ. ഈ തോള് മാത്രം കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല.
എന്താടി ഇത്? സാരി ഉടുത്തോണ്ട് വരാനാണോ നിന്നോട് ഞാൻ പറഞ്ഞേ? ഞാൻ തന്ന ഡ്രസ്സ് എവിടെ? എന്നെ നീ പൊട്ടം കളിപ്പിക്കണോ? നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നടി നമ്രതയെ വിളിച്ചേനെ. അവളെയും വരാൻ സമ്മതിക്കാതെ നീ വന്ന് ഈ സഭയെ നാണം കെടുത്താവെന്ന് കരുതിയോ? അതെന്നോട് പറയാൻ നീ ആരാ? എടി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. മിണ്ടി പോവരുത്. എന്താ നീ പറയുന്നതാണോ ന്യായം? പെണ്ണെന്ന് വെച്ചാ നിന്റെയൊക്കെ കളിപ്പാവയാണെന്നാണോ വിചാരിച്ചേ? വോട്ട് ചോദിക്കുമ്പോ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ജയിച്ചിട്ട് അവരെ സംരക്ഷിക്കുന്നതിന് പകരം ഇതുപോലെ ആഭാസം കാണിച്ച് ടൈം വേസ്റ്റ് ചെയ്യാണല്ലേ നിങ്ങള്? നിന്റെയൊക്കെ കയ്യിൽ കാശും അധികാരം ഉണ്ടെന്നുള്ള അഹങ്കാരമല്ലേ? നിങ്ങളെക്കാളും കൂടുതൽ കാശും അധികാരം ഉള്ളവര് നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളെ ചൂഷണം ചെയ്താൽ നിങ്ങൾ ഇതുപോലെ വെറുതെ ഇരിക്കുമോ? അതോ നിങ്ങളുടെ വീട്ടിലെ പെൺമക്കളും ഇതുപോലെയൊക്കെ ഉള്ളവരാണോ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ തുണിയും നിങ്ങൾ ഓടിക്കുന്ന കാറും നിങ്ങളുടെ കാശല്ല, ജനങ്ങളുടെ കാശാ. നിങ്ങൾ ജനസേവകരല്ല, മോഡേൺ ഭിക്ഷക്കാരാ. നിങ്ങൾക്ക് വോട്ട് തന്നെ ജയിപ്പിച്ചവർക്ക് ഒരു സഹായം ചെയ്യുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഈ അതിബുദ്ധിയൊക്കെ എന്തിനാ? വല്ലാത്തൊരു ജന്മം. ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ഒരു പാർട്ടിയുടെ പേരും വെച്ച് നല്ല വീട്ടിലെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നു. ഒരക്ഷരം ഇടരുത്. ഒരു ചുവട് നീ മുന്നോട്ട് വെച്ചാ നാളെ നാണക്കേട് കാരണം മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാതെ മുഖം മൂടി വെച്ച് നടക്കേണ്ടി വരും നിനക്ക്. നിന്റെ ഈ ശരിക്കുള്ള മുഖം പുറത്തിറങ്ങി കഴിഞ്ഞാ നിനക്ക് മാത്രല്ല, നിന്റെയൊക്കെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്ന ഈ MLA-യുടെ കാര്യം അതോടെ തീരും. ഞങ്ങളുടെ മാനം കളയെന്ന് പറയാൻ നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടോടി? നീ വീട്ടിൽ നിന്ന് പുറത്തു പോവില്ല. ഇന്നത്തോടെ നിന്റെ മാനം ഇല്ലാണ്ടാവും. എടുത്തോണ്ട് പോടാ ഇവിടെ. എടാ, അവളെ തൊട്ടു പോരുത്. അവളുടെ ദേഹത്തെങ്ങാനും കൈവച്ച നീയൊന്നും ജീവനോടെ ഇവിടുന്ന് പോവില്ല. ആരതി, പ്ലീസ് ഒന്ന് വാതിൽ തുറക്ക്. ആരതി, ചേച്ചി ഇങ്ങനൊന്നും ചെയ്യല്ലേ, പേടിയാവുന്നു. കഥവ് തുറക്ക് പ്ലീസ്. ആരതി ഇങ്ങനൊന്നും ചെയ്യല്ലേ. ആരതി, ഒന്ന് വാതിൽ തുറക്ക്. ചേച്ചി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്ലീസ് ദേവി ഇതൊന്ന് ഡോർ തുറക്ക്. ആരതി, ഒന്ന് വാതിൽ തുറക്ക്. ആരതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആരതി, 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 ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. വാതിൽ തുറക്ക്. ആരതി, ആരതി, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? വാതിൽ തുറക്ക്. ആരതി, ആരതി, ആരതി. അച്ഛാ, ഞാൻ കാരണം അച്ഛന് നാണക്കേടുണ്ടായി. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണേ അച്ഛാ. അമ്മാവ, ആരതിയുടെ പേരിലൊരു തെറ്റൂല അമ്മാവ. തെറ്റല്ല എന്റെ ഭാഗത്താ. മനസ്സിൽ എന്തു വന്നോ അതിൽ എന്നെ വിളിച്ചു. ഞാൻ അപ്പോഴേ വിചാരിച്ചു
ഇവള് എന്ത് ധൈര്യത്തിലായിരിക്കും ഇത്രയും സംസാരിച്ചതെന്ന്. അവളുടെ ധൈര്യത്തിന് കാരണം നീയായിരുന്നല്ലേ? നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? എന്നിട്ട് ഇനിയും നീ കളിക്കാൻ നിൽക്കുവാണെങ്കിൽ നീ ജീവനോട് ഇവിടുന്ന് പോവില്ല. ഏയ്, എന്താടാ ഹീറോയെ പോലെ വന്ന് ബിൽഡപ്പ് വരികയാണോ? നീ ഇപ്പോ ഏത് സ്ഥലത്താ? ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നിനക്കറിയുവോ? ആരുണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നിനക്ക് ചാവണോ അതോ ജീവിക്കണോ എന്ന് നീ തീരുമാനിക്കേ. ഡയലോഗ് അടിച്ചോ, പക്ഷെ അത് എന്നോട് വേണ്ട.